വീട്ടിൽ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നിലകൊള്ളുന്നു. നെഗറ്റീവ് എനർജി എന്നാൽ തെറ്റിദ്ധാരണകളുടെ ശേഖരം, വഴക്ക് കഴിഞ്ഞ് പുറകിൽ നിന്നിരിക്കുന്ന കോപം, വന്നുപോയ ആളുകളുടെ ദുഷ്ടഭാവങ്ങൾ, നമ്മുടെ തന്നെ നൈരാശ്യ ചിന്തകൾ. പക്ഷേ ഇത് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ മനസ്സ് അതിൻ്റെ ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കും. നെഗറ്റീവ് എനർജി എന്താണ്? നെഗറ്റീവ് എനർജി എങ്ങനെയാണെന്നറിയുക. ഇത് ഭൂതങ്ങളോ പ്രേതങ്ങളോ അല്ല, പക്ഷേ ഇതാണ് നമ്മുടെ തന്നെ ചിന്തകളിൽ നിന്നുള്ള ഭയം, വഴക്കുകൾക്ക് ശേഷമുള്ള നമ്മുടെ അവസ്ഥ, വേദനകളിൽ തുടങ്ങിയ ഭാവങ്ങൾ. ഇത് ഭവനത്തിൻ്റെ ശ്വാസം മങ്ങിയതുപോലെ തോന്നും. വാതിലിൻ്റെ അടുത്തായി തുളസിച്ചെടി വയ്ക്കുക. ഇത് പ്രകൃതിയുടെ ശക്തി നിക്ഷേപമാണ്. ദീപം തെളിയിക്കുക. ശുചിത്വം പാലിച്ച ശേഷം വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിക്കുക. അഗ്നിതത്വം നെഗറ്റീവ് എനർജിയെ കത്തിച്ചു നീക്കും. മനസ്സ് ശുദ്ധമാകുമ്പോൾ വീടും ശുദ്ധമാകും. ഒരു വീട്ടിൽ സത്യവും സ്നേഹവും പ്രാർത്ഥനയും നിലനിൽക്കുമ്പോൾ അത് സ്വർഗമായി മാറും. അവസാനമായി ഒരു ആഹ്വാനം. വീടുകൾ വാസസ്ഥലമല്ല, അവ പ്രാർത്ഥനയുടെ ഊർജ കേന്ദ്രങ്ങളാണ്. പുതിയ വസ്ത്രങ്ങൾ കൊണ്ട് മാത്രമല്ല, പുതിയ ചിന്തകൾ കൊണ്ട് മാത്രമാണ് ഒരു വീട് ദൈവികത കൊണ്ട് നിറയുന്നത്. ഇന്നു മുതൽ ഒരു ദിവസം ഒരു ശുചിത്വ പ്രവൃത്തി ചെയ്യുക, ഒരു പോസിറ്റീവ് ആലോചന ചെയ്യുക, ഒരു പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ വീട് ഒരു ആത്മീയ ക്ഷേത്രമാകാൻ തുടങ്ങും.